മരണം നമുക്കെല്ലാവർക്കും നടക്കും. ചില മരണങ്ങൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കും. അത് എങ്ങനെയാണ്? ലോകത്ത് സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് ഇടപെടുകയും വൈജ്ഞാനിക വെളിച്ചം സമൂഹത്തിന് വിതരണം ചെയ്യുകയും സമൂഹത്തിന് ആവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുകയും അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ധാരാളം ചെയ്യുന്ന ഒരു വ്യക്തിയാവുമ്പോൾ ജനങ്ങളുടെ എല്ലാം മനസ്സിൽ അവരുടെ വേർപാട് വലിയ ആഘാതമുണ്ടാക്കും, സ്വാഭാവികമാണ്. ആ നിലക്ക് നമ്മുടെ പ്രിയങ്കരനായ ബഹുവന്യരായ ചെറിയ എ പി ഉസ്താദ് എന്ന് നമ്മൾ വിളിക്കുന്ന, അങ്ങനെ വിളിക്കാൻ കാരണം നമുക്കൊക്കെ അറിയാം, അവരുടെ ഗുരുവര്യരും കൂടിയായ സുൽത്താൻ അൽ ഉസ്താദ് അവർക്കും എ പി ഉസ്താദ് എന്ന് തന്നെയാണ് പറയാറ്. അല്ലാഹു തആല അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നൽകി ദീർഘകാലം ആ തണൽ നമുക്ക് സമൂഹത്തിന് രാഷ്ട്രത്തിന് നീട്ടിത്തരുമാറാകട്ടെ. ചെറിയ ഉസ്താദ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന എ പി മുഹമ്മദ് മുസ്ലിയാർ അവർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ സെക്രട്ടറിയും ഇന്ത്യയിൽ തന്നെ എന്നല്ല ലോകത്ത് തന്നെ ഒരു നിലക്ക് പറഞ്ഞാൽ തുല്യതയില്ലാത്ത വൈജ്ഞാനിക വെളിച്ചം നൽകുന്ന കേന്ദ്രമായ മർക്കസു സഖാഫത്തി സുന്നിയിലെ സുപ്രധാന മുദരിസും ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാപണ്ഡിതനുമായ ബഹുവന്യരായ ചെറിയ ഉസ്താദിന്റെ വേർപാട് നമ്മളെല്ലാവരെയും വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് ഖബറിൽ സന്തോഷം നൽകട്ടെ, ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് കാണിച്ചു തന്ന വഴിയിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ മഹല്ലത്തിലും പരിസരങ്ങളിലുമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എ പി ഉസ്താദ് അവറുകൾക്ക് അല്ലാഹു തആല വലിയ ഭാഗ്യം നൽകിയെന്ന് നമുക്ക് പലതുകൊണ്ടും ബോധ്യപ്പെടുന്നു. അല്ലാഹു തആല വലിയ ഭാഗ്യമുള്ള മഹാന്മാരിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നമ്മയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-ന് മുമ്പ് കുറ്റ്യാടിയിൽ ഒരു നബിദിന സമ്മേളനം വെച്ചപ്പോൾ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉസ്താദ് അവറുകളെ ഞാൻ ക്ഷണിക്കുകയും വരാമെന്ന് തർപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ ഉസ്താദിന് ചെറിയ ക്ഷീണം ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഉടനെ ചെറിയ ഉസ്താദിനെ ഫോൺ ചെയ്തു. വിഷയം പറഞ്ഞപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. നേരത്തെ ക്ഷണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ വാഹനവും ഇവിടുന്ന് ബഹുമാനപ്പെട്ടവരെന്നെ കൂട്ടി കുറ്റ്യാടിയിൽ വന്നു. നല്ല വളരെ അർത്ഥവത്തായ ഗാംഭീര്യമുള്ള ഒരു പ്രസംഗം നടത്തി. ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വിനയവും താഴ്മയും മനസ്സിലാക്കാനാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് പലതും പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും പങ്കെടുത്ത ആളാണ്. ദർസിൽ അല്ലാത്ത നിലക്ക് പല ക്ലാസ്സുകളും എടുക്കുമ്പോൾ പങ്കെടുത്ത ആളാണ്. പക്ഷെ ഒരു ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ടവർ വന്നു. അന്ന് സഹായിച്ചു തന്നപ്പോൾ മനസ്സിനുണ്ടായ ഒരു കുളിർമ ചെറുതായിരുന്നില്ല. ഉസ്താദ് അവറുകൾക്ക് പകരം വെക്കാൻ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആണ് എവിടെയും ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ്. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പക്ഷേ ഒരാളും അള്ളാഹു നിശ്ചയിച്ചതിന് അപ്പുറം ഒരു മിനിറ്റും ജീവിക്കൂല. അതുകൊണ്ട് തന്നെ മരണം സംഭവിക്കുമ്പോൾ ഏത് മുസീബത്ത് സംഭവിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലി നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്,
അള്ളാഹുലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അധികാരത്തെ അംഗീകരിച്ച് നമ്മുടെ കഴിവുകേടിനെ പ്രകടിപ്പിച്ച് അള്ളാഹു അതിനൊക്കെ നമുക്ക് പ്രതിഫലം തരും എന്ന് ആഗ്രഹിച്ച് ദിക്ർ ചൊല്ലാനാണ് നമ്മളോട് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ദുഃഖം പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിലില്ല. അതുകൊണ്ട് ദുഃഖാചരണങ്ങളും ദുഃഖപ്രകടനങ്ങളും നമുക്കില്ല. നമുക്കുള്ളത് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഖബറിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ആവശ്യമായ പ്രാർത്ഥനകളും അവർക്ക് അവരുടെ പേരുള്ള ഖുർആനോത്തും ദിക്റും അതുപോലെ അവരുടെ പേരിലുള്ള ധർമ്മങ്ങളും ഒക്കെയാണ് നമ്മൾ സാധാരണയായി ചെയ്തു വരാറുള്ളത്. അനുസ്മരണം എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, നേരത്തെ മരണപ്പെട്ടു പോയ ആളുകളെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അനുസ്മരണ സമ്മേളനങ്ങൾ അത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യമല്ല, മറിച്ച് സ്തുത്യർഹമായ കാര്യമാണ്. ഉദ്കുറൂ മഹാസന മൗതാക്കും, മരിച്ചവരുടെ നന്മകൾ നിങ്ങൾ പറയണം എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഒരു കാര്യവും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദുമായി വലിയ ബന്ധമുള്ള ധാരാളം ആളുകൾ, നാട്ടുകാരും ജനപ്രതിനിധികളും അതുപോലെ പലരും പണ്ഡിതന്മാരും, നമ്മുടെ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അടക്കമുള്ള പലരും ഇവിടെ സംസാരിക്കാനുള്ളവരൊക്കെ നിങ്ങളോട് വിശദമായി സംസാരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറ്റ്യാടി സിറാജുൽ ഹുദയോടും എന്നോടും വലിയ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു AP മുഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ മകൻ അൻവറിനെ ചെറിയ കുട്ടിക്കാലത്ത് സിറാജുൽ ഹുദയിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതും അൽഹംദുലില്ലാഹ് അൻവർ സഖാഫി സിറാജുൽ ഹുദയിൽ നിന്ന് പഠിച്ച് അവിടെ പൂർത്തീകരിച്ചതിന് ശേഷം മർക്കസിൽ വന്ന് അവിടെ നിന്ന് സഖാഫി ബിരുദമെടുത്ത് ഇതിൻ്റെ സമീപത്ത് തന്നെ വളരെ സ്തുത്യർഹമായ ഒരു സ്ഥാപനം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം. അല്ലാഹു തആല അൻവർ സഖാഫിക്കും അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരന്മാർക്കും കുടുംബത്തിനും ഭാര്യ മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ തൗഫീഖും വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെയുള്ള കാരണവന്മാർ, നാട്ടിലുള്ള പണ്ഡിതന്മാർ, നാട്ടിലുള്ള നേതാക്കൾ എല്ലാവരോടും ഞാൻ വിനയപൂർവ്വം പറയുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതുപോലെ പല നല്ല കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുമ്പോൾ അതിലേറ്റവും സന്തോഷിക്കുന്ന വ്യക്തി ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദായിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു തആല അവിടുത്തെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇതുപോലെ അൻവർ സഖാഫിയും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ ചെയ്യുന്ന ഏത് നല്ല കാര്യത്തിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ അവറുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അൻവർ സഖാഫി അദ്ദേഹത്തിന്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ കുടുംബങ്ങൾക്ക് എല്ലാവിധ പ്രചോദനങ്ങളും എല്ലാവിധ ധൈര്യവും എല്ലാ പുരോഗതിക്കുള്ള കാര്യങ്ങളും നിങ്ങൾ നാട്ടുകാരും അതുപോലെ ഇവിടെയുള്ള കാരണവന്മാരും നേതാക്കളും പ്രവർത്തകരും എല്ലാവരും എപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ട് ആ ഉസ്താദ് അവറുകളോടുള്ള സ്നേഹപ്രകടനത്തിൽ നിങ്ങളെപ്പോഴും മുൻപന്തിയിലുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ തീരുന്നത് വരെ ഇരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പങ്കെടുക്കൽ നിർബന്ധമായ ഒരു പരിപാടിയിൽ എത്തേണ്ടതുണ്ട്. പുറമെ അൻവർ സഖാഫി തന്നെ നേരത്തെ എന്നോട് പറഞ്ഞു, ബുധനാഴ്ച ദുആയാണ് എന്ന് ഉസ്താദ് പറയണം. ഞാനത് 2-3 തവണ പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നീട് ഡയറി നോക്കിയപ്പോൾ ബുധനാഴ്ച ജാമിയ സയ്യിദിയയുടെ സമ്മേളനമാണ്. ഞാൻ കാസർഗോഡായിരിക്കും. അതിൻ്റെ തലേ ദിവസം കർണാടകയിലാണ്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ കർണാടക ജമിയത്തുൽ ഉലമയുടെ ഒരു മീറ്റിങ്ങും അന്നത്തെ ദിവസം കൊടുത്തുപോയി. അതൊക്കെ കൂടി ക്യാൻസലാക്കിയിട്ട് വരണോ ജാമിയ സയ്യിദിയുടെ സമ്മേളനം, താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ഒക്കെ ഒരു വലിയ അനുസ്മരണത്തിൻ്റെയും ഒരു അവിടുത്തെ വലിയൊരു പരിപാടി.
മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ പ്രത്യേകിച്ചും പങ്കെടുക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ പോകാതിരിക്കുന്നതും ശരിയല്ല. ഞാൻ മയ്യിത്ത് മറമാടി അൻവർ സഖാഫിയുടെ വീട്ടിൽ പോയി, എ പി ഉസ്താദിൻ്റെ വീട്ടിൽ പോയി ഫാത്തിഹ ദുആ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അൻവർ സഖാഫി ബൈക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അദ്ദേഹം ബാപ്പാൻ്റെ അതേ സ്വഭാവം പ്രകടിപ്പിച്ചു. ഉസ്താദ് ബുദ്ധിമുട്ടൊന്നും വരണ്ട, വന്നതന്നെ വളരെ സന്തോഷം, അങ്ങനെ ഒന്നും വരണ്ട, ഒന്നും മുടക്കണ്ട എന്ന് പറഞ്ഞു. എന്നാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ നാളെ വരും. അന്നത്തെ ദിവസം വരാൻ കഴിയാത്തൊരു വിഷമവും കൂടി എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് വളരെ തിരക്കിട്ട് പോകേണ്ടതുണ്ടെങ്കിലും ഇവിടെ ഒന്ന് പങ്കെടുത്ത് ഇതൊരു തഅസിയത്തും കൂടിയാണല്ലോ. എല്ലാവർക്കും ദുആ ചെയ്യുകയും എല്ലാവരും പരസ്പരം വേദനിക്കുന്ന മനസ്സുകൾക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സദസ്സാണല്ലോ. അല്ലാഹു തആല ഇത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളോട് എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.